നമസ്കാരം. ഞാൻ വി ബി ഉണ്ണിത്താൻ. രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തുവിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഓരോ വീട്ടിലെ ആളുകളും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു വിജ്ഞാനമാണ്. അത് സ്പെസിഫൈ ചെയ്യാൻ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ആളുകളുടെ ആവശ്യവും അതേപോലെ മറ്റ് പല കാര്യങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പോലും ആളുകളിൽ മാറ്റം വരാത്തത് കൂടി പരിഗണിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ വീടിൻ്റെ വടക്ക് വശം, വീട് നിൽക്കുന്നതിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തെയാണല്ലോ വടക്ക് വശം എന്ന് പറയുന്നത്. ആ വടക്ക് വശത്തെ ഭൂമിയും ഒപ്പം തന്നെ വടക്ക് വശത്തെ നിർമ്മാണങ്ങളും എങ്ങനെയാണ് ഒരു വീടിനെ കുതിപ്പിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വീടിനെ കിതപ്പിക്കുക, തളർത്തിക്കളയുക, നമുക്ക് നോക്കാം. വീടിൻ്റെ വടക്ക് വശത്തിന് നിർണായകമായ പ്രാധാന്യമാണുള്ളത്. നിർണായകമായ പ്രാധാന്യം എന്ന് പറയാൻ കാര്യം, കിഴക്ക് ദിശ സുഖത്തെയും സമാധാനത്തെയും സംതൃപ്തിയെയും തരുന്നുവെങ്കിൽ വടക്ക് ദിശ വരുമാനത്തെയും ഐശ്വര്യത്തെയും കുടുംബനാഥൻ്റെയും കുടുംബനാഥയുടെയും ഉയർച്ച കൂടിയാണ് സമ്മാനിക്കുക. ആ വടക്ക് ദിശയ്ക്ക് അത്രത്തോളം പ്രാധാന്യമാണുള്ളത്. വടക്ക് ദിശയ്ക്കും വടക്കു വശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നമുക്ക് നോക്കാം. വടക്ക് ദിശ, നമ്മളൊരു വീട് വെക്കുമ്പോൾ, ഒരു വീട് നമ്മൾ പ്ലാൻ ചെയ്ത് തയ്യാറാക്കുമ്പോൾ ആ വീടിൻ്റെ വടക്ക് വശത്ത് കമ്പാരിറ്റീവ്ലി തെക്കിനെ അപേക്ഷിച്ച് വടക്ക് ദിശയിൽ കൂടുതൽ സ്ഥലമുണ്ടാകണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വടക്ക് ദിശ ബാക്കി മൂന്ന് ദിശയും പോലെ തന്നെ നിർമ്മാണം നടത്തുമ്പോൾ കറക്റ്റ് റെക്റ്റാങ്കിളിലേക്ക് തന്നെ ഇരിക്കണം വീട്. അതായത് ദീർഘ ചതുരാകൃതിയിൽ തന്നെ ഇരിക്കണം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, വടക്ക് കിഴക്ക് ദിശയും വടക്ക് പടിഞ്ഞാറ് ദിശയും ഒറ്റ ലെവലായിരിക്കണം, ഒരേ ആംഗിളിലായിരിക്കണം ഇരിക്കേണ്ടത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. വടക്കോട് നിൽക്കുന്ന വീടിന് അല്ലെങ്കിൽ കിഴക്കോട് നിൽക്കുന്ന വീടിന് നമുക്കറിയാം, വടക്ക് കിഴക്ക് ഭാഗത്ത് കാർപോർച്ച് ആവാം. പക്ഷേ പല വീടുകളിലും കണ്ടുവരുന്നത്, കാർപോർച്ച് നിർമ്മിക്കുമ്പോൾ നമ്മൾ വീടിൻ്റെ തറ പ്ലിന്ത് കയറി വരുമ്പോൾ 2-3 മീറ്ററിൽ നിന്ന് പ്ലിന്ത് കയറി വരുമ്പോൾ അത് കറക്റ്റ് വടക്ക് കിഴക്ക് ദിശയിലും ഫുള്ള് കയറി വരണം. ഇതിപ്പോൾ 90% വീടുകളിലും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വടക്ക് കിഴക്ക് ഭാഗത്ത് കാർപോർച്ച് വേണം, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് കാർപോർച്ച് വേണമെങ്കിൽ പ്ലിന്ത് ഇടത്തില്ല. അത്രയും ഭാഗം എൽ ഷേപ്പിലാക്കി വെച്ചേക്കും. അത് ഭയങ്കര ദോഷമാണ്. മറിച്ച് കൃത്യം പ്ലിന്ത് കയറി വന്നിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് വീടിനോട് ചേർന്ന് കാർപോർച്ച് ചെയ്യാവുന്നതാണ്. ഒരു ദോഷവും ഇല്ല. ഇത് അങ്ങനെയല്ല. ഞാൻ കണ്ടിട്ടുള്ള പല വീടുകളിലും വടക്ക് കിഴക്ക് കാർപോർച്ച് ഉണ്ട്. പക്ഷെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഫൗണ്ടേഷൻ ഉണ്ടാവില്ല, ഒരു തൂണിലായിരിക്കും നിൽക്കുക. അപ്പോൾ ഫൗണ്ടേഷൻ കൊടുത്തിട്ട് വടക്ക് ദിശയിൽ കാർപോർച്ച് കൊണ്ടുവരാം, കുഴപ്പമില്ല. പിന്നെ ഒന്നുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ ദിവസം കഴിയും തോറും വിജ്ഞാനങ്ങളുടെ ബാഹുല്യമാണ്, വിജ്ഞാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വെക്കാൻ പോകുന്ന പുരകൾക്കെല്ലാം ചെയ്യാവുന്ന ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ, വീടിനോട് ചേരാതെ വേണം കാർപോർച്ചുകൾ വരേണ്ടത്. അത് 2-3 കാര്യമുണ്ട്. അപ്പോൾ വീടിനോട് ചേരാതെ കാർപോർച്ച് വരുമ്പോൾ സ്ക്വയർ ഫീറ്റിൻ്റെ ടാക്സിനെ അത് ബാധിക്കില്ല. വീടിന് ചേരാതെ പുറത്ത് ചെയ്താൽ മതി. ഇനി ഒരുപാട് വീടുകളിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് വടക്ക് പടിഞ്ഞാറ് കാർപോർച്ച് വീടിനോട് ചേർന്ന് ചെയ്യുക. പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്, വടക്ക് പടിഞ്ഞാറ് വീടിനോട് യാതൊരു കാരണവശാലും ചേർത്ത് കാർപോർച്ച് ചെയ്യരുത്. പ്ലിന്ത് ഏരിയ ഈ വടക്ക് കിഴക്ക് കൊണ്ടുവന്നതുപോലെ കൊണ്ടുവന്നാൽ പോലും അങ്ങനെ അവിടെ കാർപോർച്ച് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ എന്തൊക്കെ ഉണ്ടാവും നമുക്ക് നോക്കാം. വടക്ക് പടിഞ്ഞാറ് ഭാഗം ചേർന്ന് കാർപോർച്ച് വന്നാൽ
അവിടുത്തെ ഗൃഹനാഥനെ അത് വളരെ ഗൗരവമായി ബാധിക്കും. ഗൗരവം എന്ന് വെച്ചാൽ ദോഷമായി ബാധിക്കും. അതുവരെ പൊക്കോണ്ടിരുന്ന അവസ്ഥയ്ക്ക്, അതുവരെ നല്ല തരത്തിൽ പൊക്കോണ്ടിരിക്കുന്ന ഗൃഹനാഥനാണെന്നുണ്ടെങ്കിൽ ആ ഗൃഹനാഥൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ സ്റ്റോപ്പ് ചെയ്യാൻ അത്തരം കാർപോച്ചിന് കഴിയും. ഒന്ന്. രണ്ടാമത്തത്, വടക്ക് പടിഞ്ഞാറ് കാർപോച്ച് വന്നാൽ ആ വീട്ടിലെ മക്കളെ, അവിടുത്തെ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളെ, തലമുറയെ അത് വളരെ മോശമായി ബാധിക്കും. തലമുറയൊക്കെ അടുത്ത ആ വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെയും മക്കളൊക്കെ ഗുരുതരമായ രോഗങ്ങൾക്കോ മാറാ രോഗങ്ങൾക്കോ അടിമയായേക്കാം, വിധേയമായേക്കാം. അവിടുത്തെ സ്ത്രീകൾക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വന്നുപെട്ടേക്കാം. അവിടുത്തെ കുട്ടികളുടെ വിവാഹം നടക്കുന്നത് വൈകിയേക്കാം. വിവാഹം നടന്നാൽ അതിൽ അസ്ഥിരത ഉണ്ടാവാനിടയുണ്ട്. വൈകല്യങ്ങൾക്ക് കാരണമാകാം. വിവാഹം നടന്നാൽ തന്നെ അതിലൊരു തലമുറ മക്കളുണ്ടാകുന്നതിനെ അത് ബാധിച്ചേക്കാം. ഒപ്പം വീടിൻ്റെ വരുമാനത്തിൽ കാര്യമായ ഇടിവുകൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നതും കാണാം. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് കേന്ദ്രീകരിച്ച്, വടക്ക് പടിഞ്ഞാറ് വീടിനോട് ചേർന്ന് കാർപോർച്ച് വരരുത്. നമ്മൾ ചില വീടുകളൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും വയ്ക്കുന്ന ഒരുപാട് വീടുകൾക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗം ചേർന്നാണ് കാർപോർച്ച് വരുന്നത്. അത് വളരെ മോശ നിർമ്മാണമാണ്. അത് ആദ്യമൊന്നും അപകടമാകില്ല. വീട്ടിലൊക്കെ കയറി താമസിച്ച് കുറേ കഴിയുമ്പോൾ ഇങ്ങനെ കാണാം, ഗൃഹനാഥനെ ബാധിക്കും, ഗൃഹനാഥയെ ബാധിക്കും, മക്കളെ ബാധിക്കും. കഴിവുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, നല്ല പഠിക്കാൻ ശേഷിയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ കഴിവ് പൊടുന്നനെ ഇല്ലാതാകുന്ന പോലെ തോന്നാം. അവർ വേഗം രോഗത്തിന് അടിമയാവാം. ഗൃഹനാഥനൊക്കെ ഒന്നുമല്ലാതെയായി തീർന്നു പോകാം. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ചേർത്ത് കാർപോർച്ച് വന്നാലുള്ള ഫലമാണ് ഞാൻ ഈ പറയുന്നത്. വടക്ക് പടിഞ്ഞാറ് പക്ഷേ വീടുമായി ചേരാതെ കാർപോർച്ച് ചെയ്യാം. ഒരു കാർപോർച്ച് ഒരു പുറത്ത് നിർമ്മാണം ചെയ്യുമ്പോൾ മറ്റൊന്നുമായി കണക്റ്റഡാക്കി ചെയ്യാതിരിക്കുക. ഇനി നമുക്ക് നോക്കാം നേരെ വടക്ക്. ഒരുപാട് വീടുകളിൽ നേരെ വടക്ക് വശത്ത് വസ്ത്രം വരക്കാനുള്ള കല്ല് സജ്ജമാക്കാനുള്ള ചില ആളുകൾ. നേരെ വടക്കാണ്. ആ നേരെ വടക്കെന്ന് പറയുമ്പോൾ വീടിൻ്റെയും വസ്തുവിൻ്റെയും നേരെ വടക്കിന് നമ്മുടെ വരുമാനത്തിനെ സ്വാധീനിക്കാൻ ഭയങ്കര പവറുണ്ട്. നമ്മുടെ മക്കളെ സ്വാധീനിക്കാൻ ഭയങ്കര പവറുണ്ട്. സ്ത്രീകളെ സ്വാധീനിക്കാൻ ഭയങ്കര പവറുണ്ട് ഈ നേർ വടക്കുന്ന അവസ്ഥയ്ക്ക്. അതായത് നമ്മൾ മൊത്തം വടക്ക് പടിഞ്ഞാറ് മുതൽ വടക്ക് കിഴക്ക് വരെ നമ്മൾ നീളം പിടിച്ച് നോക്കിയാൽ 15 മീറ്റർ ഉണ്ടെങ്കിൽ കറക്റ്റ് 7.5 മീറ്ററിൽ കൊണ്ടുവെക്കുന്ന സ്ഥലം എവിടെയാണോ അത് ചിലപ്പോൾ അതിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മാറിയേക്കാം. അത് വാസ്തുപരമായി അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് കൃത്യം നേർ വടക്കെന്നുള്ള കാര്യം അറിയാൻ കഴിയുക. അപ്പോൾ നേർ വടക്ക് ഭാഗത്ത് ഭാരം വരും നിർമ്മാണങ്ങൾ വന്നാൽ ഒരുപാട് വീടുകളിൽ ഇതുപോലെ നേർ വടക്കും കാർപോർച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നേർ വടക്ക് എന്ത് വന്നു? വലിയ തൂണുകൾ വരും. ചില വീടുകളിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് നേരെ വടക്കിലൊക്കെയാണ് വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നത്. നേരെ വടക്കിൽ വലിയ പ്ലാറ്റ്ഫോം കെട്ടി അതിൻ്റെ മുകളിൽ വാട്ടർ ടാങ്ക് ഉയർത്തി വെച്ചിരിക്കുകയാണ് വടക്ക് ദിശയിൽ. വരുമാനത്തെ അത് വളരെ മോശമായി ബാധിക്കും. വരുമാനം തകർന്നു തുടങ്ങും. വീടിൻ്റെ ശക്തി ക്ഷയിക്കും. സ്ത്രീകളുടെ അവസരങ്ങളില്ലാതാകും. സ്ത്രീകൾ അടിക്കടി രോഗബാധിതരായി മാറും. സ്ത്രീകളുടെ സാന്നിധ്യം പോലും അവിടെ കുറയുന്നത് കാണാം. അഭിപ്രായ ഭിന്നതകളും അതുപോലെ തന്നെ ഐക്യമില്ലായ്മയാകും ആ വീട്ടിൽ തുടർച്ചയായി സംഭവിക്കുക. വടക്ക് ദിശ, ഞാൻ ഇത്രയും കാര്യം പറയുമ്പോൾ നമുക്ക് ബോധ്യമായി കാണും വടക്ക് ദിശയുടെ എന്തൊക്കെയാണ് പ്രാധാന്യമെന്ന്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചില വീടുകളിൽ പോയി പറഞ്ഞിട്ട് പോലും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മക്കളുടെ നിർബന്ധം കാരണം ഞാൻ ഈ പറഞ്ഞ മോശത്തിലേക്ക് തന്നെ പല നിർമ്മാണങ്ങൾ നടത്തുന്ന വീടുകൾ കേരളത്തിൽ ഒരുപാടുണ്ട്. കേരളത്തിൽ ഈ പണം കുറവുള്ളവരെ പോലെ തന്നെ പണം കൂടുതലുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണ്. അത്തരക്കാരാണ് ഈ ഏറിയ പങ്കും വാസ്തുദോഷം പിടിച്ചു വെക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എത്ര സമ്പന്നരായാലും, നിങ്ങൾ എത്ര കോടീശ്വരരായാലും വാസ്തുശാസ്ത്രം ഈ മണ്ണിൻ്റെ ശാസ്ത്രമാണ്.
അത് നമ്മളെ ബാധിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ ഈ ഇത്രയും പറഞ്ഞല്ലോ, വടക്ക് പടിഞ്ഞാറ് കാർപ്പോർച്ച് വരുന്നു, വടക്ക് കിഴക്ക് കാർപ്പോർച്ച് വരുന്നു. അപ്പോൾ വടക്ക് പടിഞ്ഞാറിലെ ഞാൻ ഫലങ്ങൾ പറഞ്ഞു. ഇനി വടക്ക് കിഴക്ക് നോക്കാം. വടക്ക് കിഴക്ക് പ്ലിന്ത് ഏരിയ വരാതെ കാർപ്പോർച്ച് വന്നാൽ അവിടെ എൽ ഷേപ്പ് ആകുന്നതിന് തുല്യമാകും, അത് മുറിഞ്ഞു പോകുന്നതിന് തുല്യമാകും. അപ്പോൾ അതിനെന്തൊക്കെയാ ഫലം? അതും മക്കളെ ബാധിക്കും, അത് വരുമാനത്തെ ബാധിക്കും, അത് ബന്ധങ്ങളെ ബാധിക്കും. അത്ര ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ആ വീട്ടിലെ ബന്ധങ്ങളൊക്കെ, നമുക്ക് കുറേ ബന്ധങ്ങൾ വേണം ജീവിക്കാൻ. അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള്, മരുമക്കൾ, അങ്ങനെ അച്ഛൻ, ചിറ്റപ്പൻ, കൊച്ചച്ഛൻ, വല്യച്ഛൻ, അങ്ങനെ കുറേ ബന്ധങ്ങൾ നമുക്കുണ്ട്. ഒരു നാടുകാരുമായുള്ള ബന്ധമുണ്ട്, സുഹൃത്തുക്കളുടെ ബന്ധമുണ്ട്. അങ്ങനെ പൊതുബന്ധങ്ങൾ ഒരുപാടാണ്. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കുറേ ബന്ധങ്ങളാണല്ലോ. ഇങ്ങനെ പ്ലിന്ത് കയറി വരാതെ മുറിഞ്ഞ വടക്ക് കിഴക്കിലെ കാർപ്പോർച്ച് ഉണ്ടെങ്കിൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോകും. രക്തബന്ധങ്ങൾ പോലും നിങ്ങളെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു കളയും. പിന്നെ വരുമാനത്തെ വലുതായിട്ട് ഇടിച്ചു കളയും. ഹൃദ്രോഗ സാധ്യത വളരെയേറെയാണ്. സ്ട്രോക്ക് പോലെയുള്ള സാധ്യത വളരെയേറെയാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് പ്ലിന്ത് ഏരിയ ഇല്ലാതെ കാർപ്പോർച്ച് വന്നാൽ. അങ്ങനെ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെയൊക്കെ അടുത്ത് നിങ്ങൾ ഒരുപാട് വീടുകൾ, നിങ്ങളുടെ ബന്ധുക്കളുടെ വീടുകൾ, നിങ്ങളുടെ മക്കളുടെ വീടുകൾ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീടുകൾ പരിശോധിച്ച് നോക്കൂ. നമ്മൾ ഇതിനെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? അതിൻ്റെ ഫലങ്ങൾ നോക്കണം. ഓരോരുത്തർ വാസ്തു വെച്ചാൽ ചില റോഡ്, തോട്, കുഴി, മണ്ണ്, ഇവയൊക്കെ അനുസരിച്ചാണ് വാസ്തുവിൻ്റെ ഇഫക്റ്റ് വരുന്നത്. ചില റോഡുകൾക്ക് നേരെ അടുത്ത വീടുകളാണെങ്കിൽ വാസ്തുവിൻ്റെ എഫക്റ്റ് പെട്ടെന്ന് വരുന്നത് കാണാം. റോഡിൽ നിന്ന് കുറച്ച് മാറിയ വീടുകളാണെങ്കിൽ അല്പം കൂടെ വൈകിയ ഇഫക്റ്റ് വരുള്ളൂ. ഇനി തലങ്ങും വിലങ്ങും റോഡാണെങ്കിൽ പെട്ടെന്ന് ഇഫക്റ്റ് വരുന്നത് കാണാം. ചില കാര്യങ്ങളാൽ വീട്ടിൽ ഒരു 80% അല്ല ഒരു 60% വാസ്തുകൊണ്ട് ഒരു 20% മോശമാണെന്നുണ്ടെങ്കിൽ അത് പതുക്കെ വരും, വന്ദിക്കും, നമ്മളെ ബാധിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വടക്കിൻ്റെ പ്രാധാന്യം കുറവ് കാണരുത്. പിന്നെ ഇതുപോലെ തന്നെ വടക്ക് വശം ഉയർന്നു നിൽക്കാതെ നോക്കണം. വസ്തുവും വീടും, ഒരുപാട് വീടുകളിൽ വടക്കോട്ട് നിൽക്കുന്ന വീടിനൊക്കെ ചില പ്രത്യേക ഫാഷൻ കൊണ്ടുവരാൻ വേണ്ടി വടക്കിനെ പൊക്കി ഇങ്ങനെ എടുക്കാറുണ്ട്. ഒരു ഗോപുരം പോലൊക്കെ എടുത്തു വെക്കാറുണ്ട്. അതൊക്കെ കൊണ്ടുവരുന്ന ദോഷങ്ങൾ പറഞ്ഞറിയിക്കാനാകാത്തതാണ്. അങ്ങനെയുള്ള ഫാഷനുകൾ ഒഴിവാക്കണം. അതുപോലെ വടക്ക് ദിശ വസ്തു ഉയർന്നിരിക്കരുത്. വടക്ക് ദിശയിൽ അനാവശ്യ ഭാരങ്ങൾ കൂട്ടിയിടരുത്. വടക്ക് ദിശയിൽ എത്ര വൃത്തിയായി സൂക്ഷിക്കാമോ അത്രയും സൂക്ഷിക്കുക. എന്നാൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിങ്ങൾക്ക് ഭാരങ്ങൾ കൂട്ടി വയ്ക്കാം, കുഴപ്പമില്ല. നേരെ വടക്ക് മുതൽ വടക്ക് കിഴക്ക് വരെ ഭാരങ്ങൾ വന്ന് നിറയുന്ന തരത്തിലുള്ള നിർമ്മാണങ്ങൾ പാടില്ല. അതുപോലെ വടക്ക് മതിൽ കെട്ടുമ്പോൾ അത് ഒരുപാട് ഉയർന്നു നിൽക്കരുത്. വടക്ക് മതിൽ കെട്ടുമ്പോൾ അത് തെക്കിനേക്കാൾ ചെറിയ മതിലായിരിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാവുന്ന ചില വിജ്ഞാനങ്ങളാണ്. ഇതിന് ഓപ്പോസിറ്റാണ് സംഭവമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ ആവും വരിക. നമ്മളെ ഭരിക്കുന്നത്, നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് നമ്മൾ താമസിക്കുന്ന മണ്ണാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ ആ മണ്ണിനെ എനർജറ്റിക്കായി, ഊർജവത്തായി സൂക്ഷിച്ചു വെക്കാനും പണിതെടുക്കാനുമുള്ള ശ്രമങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വളരെ ഐശ്വര്യമായി, സന്തോഷത്തോടെ, രോഗങ്ങളില്ലാതെ, സുഭിക്ഷമായി, സുന്ദരമായി കഴിയാൻ കഴിയും. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ നോക്കുക. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടോ? കാർപോർച്ച് ഇങ്ങനെ വന്നിട്ടുണ്ടോ? ഉയർന്ന ഭാഗം വന്നിട്ടുണ്ടോ? ഭാരം കൂടിയിട്ടുണ്ടോ? ഇവയൊക്കെ പരിശോധിച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഈ സാധനം അനുഭവങ്ങൾ കൊണ്ട് മാത്രമേ വിശ്വസിക്കാവൂ. ഞാനീ പറയുന്ന കാര്യം ജീവിതാനുഭവങ്ങൾ എടുത്ത് മാത്രമേ വിശ്വസിക്കാവൂ. ഞാൻ പറയുന്നതിനല്ല വിശ്വസിക്കേണ്ടത്. യു മസ്റ്റ് ബിലീവ് ഓർ യു മസ്റ്റ് ഗോ വിത്ത് യുവർ എക്സ്പീരിയൻസസ്. നിങ്ങളുടെ അനുഭവങ്ങളെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, പഠിച്ചു നോക്കൂ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ. അടുത്ത ഒരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.